ഇപ്പം ഞാൻ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡം പാലത്തിൻ്റെ മോൾ ഭാഗത്താണ്. മാർത്താണ്ഡത്ത് നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ തൃപ്പരപ്പ് വാട്ടർഫാളിലോട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നതാണ്. നമുക്ക് മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് തൃപ്പരപ്പിലോട്ട് ബസ് ഡയറക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഞാൻ തിരുവനന്തപുരം സൈഡിൽ നിന്നാണ് വന്നത്. തിരുവനന്തപുരത്ത് നമുക്ക് മാർത്താണ്ഡം വരെ 52 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. മാർത്താണ്ഡത്ത് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിനകത്ത് നമ്മൾ പോകുന്ന നാഗർകോവിൽ ബസ്സായാലും ലോങ് ബസ്സായാലും ഒന്നും കയറത്തില്ല. ഇവിടുന്ന് ലോക്കൽ ബസ് മാത്രമേ നമുക്ക് ഈ മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എത്തിയ സ്ഥലം എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡം മാർക്കറ്റിൻ്റെ സൈഡാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മതിലോ ബാക്കി കാര്യങ്ങളൊന്നും പൊളിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം പൊളിച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആൾക്കാരെല്ലാം ഈ പുറത്തിരുന്നെല്ലാം ഈ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതാണ് ഈ കുന്തിരിക്കം പൊളിച്ചുകൊണ്ട് കടയ്ക്കകത്തൊക്കെ പോകുന്ന ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ കടയെല്ലാം പൊളിച്ചുകൊണ്ട് പുള്ളി പുറത്താണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പുള്ളിക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ പൈസ കൊടുക്കും. അതാണ് സെറ്റപ്പ്. ഇതാണ് താൽക്കാലികമായിട്ടുള്ളൊരു മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാ ഒരു മാർക്കറ്റിൻ്റെ വേസ്റ്റോ ബാക്കി കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും കാണാനില്ല. പിന്നെ ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതാ കുഴിത്തുറ റെയിൽവേ സ്റ്റേഷൻ, മാർത്താണ്ഡ റെയിൽവേ സ്റ്റേഷനില്ല, കുഴിത്തുറ റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് മാർത്താണ്ഡം ബസ് സ്റ്റാൻഡ് വരുന്നത്. അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഐ ലവ് മാർത്താണ്ഡത്തൊരു ബോർഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് മാർത്താണ്ഡം ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറി നോക്കാം എവിടെയാണ് ഈ ബസ് വരുന്നത് എങ്ങനെയാണെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ നമുക്ക് പേരോ ബാക്കി കാര്യങ്ങളോ വായിക്കാൻ പാടാണ്ട് നമ്പറാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരിത്. നമുക്ക് നമ്പർ ഏതാണെന്നുള്ളത് ചോദിക്കാം. ഇവിടെ എൻക്വയറി ചോദിച്ച സമയത്ത് 89 ശിവലോകം പോകുന്ന ബസ്സിൽ കയറാനാണ് പറഞ്ഞത്. ശിവലോകം കയറിയിട്ട് തൃപ്പരപ്പ് ജംഗ്ഷനിൽ ഇറങ്ങാൻ പറഞ്ഞു. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശിവലോകം ബസ് ഇവിടെ ഒന്നും കാണാനില്ല. അതാ ഈ സൈഡിലോ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്പരോ ബാക്കി കാര്യങ്ങൾ എഴുതിയിട്ടില്ല. തൊട്ടടുത്ത സ്ഥലത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായതാണ് 89 ശിവലോകം പോകുന്ന ബസ്. ഈ ബസ് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ തിരുവട്ടാറ്, ആറ്റൂര്, കുലശേഖരം വഴി നേരെ പോകുന്നത് നമ്മുടെ തൃപ്പരപ്പ് വഴി ശിവലോകം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റൂട്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മാർത്താണ്ഡം പാലത്തിൻ്റെ അടിഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർത്താണ്ഡം പാലത്തിൻ്റെ അടിഭാഗത്തെ റോഡെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അതാണ് ബസ് ഇത്രയും ചാടി പോകുന്നത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് റോഡ്, ഈ പാലം നേരെ പോകുന്നത് നമ്മളെ നാഗർകോവിൽ പോകുന്ന റൂട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് ആ റോഡിലാണ് കയറി പോകുന്നത്. ഇത് നേരെ കുലശേഖരം വഴി പോകുന്ന റോഡാണ്. ഇപ്പോൾ തന്നെ ആൾക്കാർ ഫുള്ളായിട്ടുണ്ട്. സ്റ്റാൻഡിങ് കുറച്ച് ആൾക്കാരുണ്ട്. മാർത്താണ്ഡത്ത് നിന്ന് തൃപ്പരപ്പ് വരെ പോകാൻ വേണ്ടി 12 രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ഒരു അടുത്തുള്ളൊരു പ്ലേസ് തന്നെയാണ് നമുക്ക് വരുന്നത് തൃപ്പരപ്പ്. എന്ന് പറഞ്ഞാൽ 64 രൂപ മാത്രമേ വൺ സൈഡ് ടിക്കറ്റ് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൽ വരുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഒറ്റയടിക്ക് പോകാൻ പറ്റത്തില്ല. ഇതിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള എന്ന് പറഞ്ഞാൽ ചിതറാളാണ്. ചിതറാൾ പോകാനും ഇവിടെ നിന്ന് പറഞ്ഞാൽ ബസ് കിട്ടുന്നത് തീരെ കുറവാണ്. ചിതറാൾ മാർത്താണ്ഡത്ത് നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മാത്തൂർ തൊട്ടിപ്പാലമാണ്. ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ, മാത്തൂർ തൊട്ടിപ്പാലം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ തൃപ്പരപ്പ് വാട്ടർഫാൾ തന്നെയാണ്. നമുക്ക് 15 കിലോമീറ്ററാണ് വരുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്ര മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പേച്ചിപ്പാറ ഡാം. ഇവിടെ നിന്ന് 22 കിലോമീറ്ററാണ് പേച്ചിപ്പാറ ഡാം വരുന്നത്. പക്ഷേ 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ഒരു 4 സ്പോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. പക്ഷേ തൊട്ടടുത്ത് തന്നെയാണ്, വളരെ ദൂരമൊന്നുമില്ല, അടുത്തടുത്ത് തന്നെയാണ് ഈ സ്പോട്ടുകളെല്ലാം. പക്ഷേ എന്ന് പറഞ്ഞാൽ ബസ്സിലാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മാർത്താണ്ഡം കുലശേഖരം റൂട്ടിൽ ഒരുപാട് ബസ്സുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് പോകാനുള്ള റൂട്ടിൽ ബസ് നമ്പറുകൾ കറക്റ്റായിട്ട് ചോദിച്ചു വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ബസ്സൊക്കെ വന്ന് കയറുന്നുണ്ട്. തക്കലയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ആയിട്ട് നമുക്ക് ബസ്സുകൾ വരുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്പറുകൾ കറക്റ്റ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പണി. ഇപ്പോൾ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ തിരുവട്ടാറ് ജംഗ്ഷനിലാണ് എത്തിയത്. തിരുവട്ടാറിൽ നിന്ന് ആ കാണുന്ന റോഡാണ് മാത്തൂർ അക്വാഡക്റ്റിലിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് തമിഴ്നാട്ടിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അല്ലെങ്കിൽ നമ്മൾ കേരളത്തെ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്. തിരുവനന്തപുരത്തിൻ്റെ അതേ ഒരു സെറ്റപ്പ് തന്നെയാണെന്ന് പറഞ്ഞാൽ പറയാം. ഇതാണ് അടുത്ത റോഡ്. ഇവിടെ നിന്ന് മാത്തൂർ അക്വാഡക്റ്റിലേക്ക് പോകാൻ വേണ്ടി 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് കുലശേഖരം ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ഒരുപാട് റോഡുകൾ ഡിവൈഡ് ചെയ്തൊക്കെ പോകുന്നത്. തക്കലയിൽ നിന്നായാലും നാഗർകോവിലിൽ നിന്നാലും ബസ്സുകൾ ഒരുപാട് കണക്ട് ചെയ്ത് വരുന്ന ഇവിടെ നിന്നൊക്കെയാണ്. എന്തായാലും മാർത്താണ്ഡത്ത് നിന്ന് ബസ്സിലാണ് വരുന്നവരുന്നെങ്കിൽ 89 ശിവലോകം പോകുന്ന ബസ്സിൽ തന്നെ കയറുക. അതാണ് ഈ ഒരു റൂട്ട് വഴി പോകുന്ന ബസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറെ ബസ്സുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ കറക്റ്റ് എത്തിയ സ്ഥലമാണ് തൃപ്പരപ്പ് ജംഗ്ഷൻ. ഈ ഒരു ജംഗ്ഷനിലാണ് ബസ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ നടക്കാൻ മാത്രമേ ഉള്ളൂ വാട്ടർഫാളിലോട്ട്. ഈ കാണുന്ന ആർച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പാർക്കിംഗ് ഫീസ്, ഇവിടുത്തെ എൻട്രി ഫീസ്, ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് ഒരു ലോഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് പാർക്കിംഗ് ഫീസും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാർട്ട് ആവുന്നത്. ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബോട്ട് സർവീസിനും ബാക്കി കാര്യങ്ങളൊരു ബോർഡ് കൂടെ കാണാൻ പറ്റും. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് ഈ ബോട്ട് സർവീസിനും ബാക്കി കാര്യങ്ങളെല്ലാം പോകാനുള്ളത്. ഇതിൻ്റെ ഇടത്തെ സൈഡിലാണ് അമ്പലമാണ്. ഇന്ന് ഒരുപാട് തിരക്കില്ല എന്ന് വേണം പറയാം. അല്ലെങ്കിൽ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരുപാട് വണ്ടികളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടികൾ വന്നു കഴിഞ്ഞാൽ എന്താണ്
ആവും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേറെ ഏതെങ്കിലും വഴി കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് ഷോപ്പുകളും ബാക്കിയാണ് കാണാൻ പറ്റുന്നത്. ആ മാക്സിമം പാർക്ക് നമ്മുടെ നേരെ ഇതുവരെയൊക്കെ ഉള്ളൂ. അതാണ് ഇവിടുത്തെ പാർക്കിങ്ങിലെ ഏറ്റവും വലിയൊരു ഫാൾട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ലൊരു ക്യൂ ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കാണ് ഇന്ന്. രണ്ട് സൈഡിലും ഒരുപാട് സാധനങ്ങളെല്ലാം അങ്ങോട്ട് നിറഞ്ഞിരിക്കണം. അതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ പോകാൻ. ഈ ടിക്കറ്റ് ക്യൂവിൽ നിന്ന സമയത്താണ് ഇത് ഇങ്ങനെയുള്ള ചില കാഴ്ചകളൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ എടുത്തത്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് വരുന്നത്. കൊച്ചു കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയാണെങ്കിൽ ഫീസ് ഇല്ല, ഫ്രീ ആണ്. പിന്നെ ക്യാമറയ്ക്ക് 150 രൂപ, വീഡിയോ ക്യാമറയ്ക്കാണ് 150 രൂപ വരുന്നത്. സാധാ ക്യാമറയ്ക്കാണെങ്കിൽ 20 രൂപ ചാർജ് വരുന്നുണ്ട്. മൊബൈൽ ക്യാമറ ആണെങ്കിൽ വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇവിടുന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്ട്രെയിറ്റ് പോകുന്നതിന് ലേഡീസിൻ്റെ ഡ്രസ്സിങ് റൂമൊക്കെ വരുന്ന ഏരിയ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുളിക്കാൻ പോകാം. ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു കമ്പി കെട്ടിയൊരു കോമ്പൗണ്ടാണ് അമ്പലത്തിൻ്റെത്. മുമ്പ് അവിടെ നമുക്ക് ഇതുവഴി തന്നെ നേരെ പോകാൻ പറ്റും. ഇപ്പോൾ അങ്ങനെയും പോകാൻ പറ്റത്തില്ല. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അതിവിശാലമായ ഒരു ഗാർഡൻ അകത്തോട്ടാണ് ചെന്ന് നടക്കുന്നത്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഗാർഡനാണ്. ഇവിടെ ഈ ഗാർഡനിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫീൽ. ഒരു ആനയുടെ ഒരു ആസനത്തിലൂടെ ഒരു ഹോളിട്ടിട്ട് അതിൻ്റെ ആമാശയത്തിൽ കൂടെ കയറിയിട്ട് നേരെ അതിൻ്റെ വായിൽ കൂടെ ഇറങ്ങുക. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്ലൈഡറാണ് സംഭവം ചെയ്തിട്ടുള്ളത്. കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഫീൽ തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് തിരക്കാണ്. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇത്രമാത്രം തിരക്ക് വരുന്നത്. അതും പോരത്തുണ്ടെന്ന് പറഞ്ഞാൽ തൃപ്പരപ്പ് വാട്ടർഫാൾ അതിമനോഹരമായിട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. പറഞ്ഞാൽ അത്രയ്ക്ക് മാത്രം വെള്ളം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇത്രയും വെള്ളം കണ്ടിട്ട് എന്തായാലും ആരും കുളിക്കാതെ പോകത്തില്ല. അത് അത്രയ്ക്ക് മാത്രം ആൾക്കാർ വരുന്നവരെല്ലാം ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. ഒരു 100% ആൾക്കാരും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ വെള്ളത്തിൽ കുളിക്കാൻ പറ്റാത്തവർക്ക് വേറൊരു സെറ്റപ്പ് ഉണ്ട്. അത് കാണിച്ചു തരാം. ഇത്ര തിരക്കായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് മാത്രം ആൾക്കാരുണ്ട്. ഈ കാണുന്നുണ്ട് ഈ ഏരിയക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം തറയിൽ കൂടെ ഇങ്ങനെ ഒലിച്ചു വരും. കൊച്ചു കുട്ടികളും ഇവിടെ ഇരുന്ന് വെള്ളം അങ്ങോട്ട് പേടിയുള്ളവർക്ക് ഇവിടെ വന്ന് കുളിക്കാം. അതിവിശാലമായ ഏരിയ തന്നെ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂള് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5 രൂപ മാത്രമാണ് എൻട്രി ഫീസ് വരുന്നത്. ഇപ്പോൾ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ ആദ്യം വിചാരിക്കും വലിയ വെള്ളമില്ല, വിഷയമില്ലെന്ന് വിചാരിക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കാണ്. സൂക്ഷിക്കുക. ഇതുവഴി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ചറുക്കി അടിച്ച് വീഴാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിതുവഴി നടന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു മണ്ഡപം നമുക്ക് കാണാൻ പറ്റും. ആ മണ്ഡപത്തിനകത്തോട്ടാണ് പോകുന്നത്. മണ്ഡപത്തിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു പ്ലേസ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ തൃപ്പരപ്പിൻ്റെ ഏത് ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിമനോഹരം തന്നെയാണ്. തൃപ്പരപ്പ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയത്ത് വരിക. എന്നാൽ അതിമനോഹരം, ഒരുപാട് വെള്ളവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിമനോഹരം തന്നെയാണ് കാണാൻ വേണ്ടി. എവിടെ നോക്കിക്കഴിഞ്ഞാൽ തൃപ്പരപ്പ് വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അതിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും. ഈ ഒരു വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു വെള്ളം ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു മണ്ഡപത്തിൽ നിന്ന് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മതിലായിട്ട് പാർക്കാണ് ആ കാണുന്നത്. പാർക്കിൻ്റെ മതിലായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. 2 മുതലിരിക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് കുട്ടികൾ ഉണ്ട്. ഒരു ചെറിയൊരു വെള്ളത്തിനകത്ത് ഇരിപ്പുണ്ട്. കാട്ടിലൂടെ നടന്നു വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് സാധനം. ഇതെന്ന് പറഞ്ഞാൽ കാറ്റ് വിറ്റ് കാശാക്കുന്ന ഒരു ടീമാണിത്. കണ്ട ഇവിടെ നിന്ന് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു വണ്ടിയുടെ ട്യൂബ് ഇതിൽ കാറ്റടിച്ച് ഇവർ കൊടുക്കും. ഇതിനകത്ത് ഇറങ്ങാൻ 5 രൂപ എൻട്രി ഫീസേ ഉള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ കാറ്റടിച്ച് ട്യൂബ് ഇവർക്ക് വാങ്ങണമെങ്കിൽ 10 രൂപ കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് മാത്രമല്ല, ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റും കൂടെയുണ്ട്. പാർക്കിൻ്റെ ഏരിയ കുറച്ചേ ഉള്ളെങ്കിലും ആ കുറച്ച് സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കുറച്ച് റൈഡും കാര്യങ്ങളെല്ലാം അറേഞ്ച്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. ഇതിൽ വരുന്ന കുട്ടിപ്പുലികളെ കണ്ടിട്ട് ഒരു വലിയൊരു പുലി ഇവിടെ കിടപ്പുണ്ട്. ഈ പുലി ആരെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. കണ്ട കുട്ടികളെ കണ്ടിട്ടായിരിക്കും. ഈ പുലിയെ കണ്ടിട്ട് ഒരു കർഷകൻ ഇവിടെ പകുതി പണിയിൽ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട ക്ലോക്ക് റൂമിൻ്റെ താഴ്ഭാഗമാണ്. ഒരു അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് ഡ്രസ്സിങ് ഏരിയ ഇവിടെ അവിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും വാട്ടർഫാളിൽ നല്ല തിരക്കാണ്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് തിരിച്ചിനി നേരെ ബോട്ട് ഹൗസിൻ്റെ അടുത്തോട്ട് പോകും. ബോട്ട് പിന്നെ അമ്പലം, ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് പോകാനുള്ള ഏരിയ എന്ന് പറയുന്ന. ഒരുപാട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഐറ്റംസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടൊരു കടയെന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾ എത്തിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ഇതാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി. അതിൻ്റെ തൊട്ടടുത്ത വഴി തന്നെയാണ് ബോട്ട് ഹൗസിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ പഴയ രീതിയിലൊരു ബിൽഡിംഗ് കാണാൻ പറ്റി. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവരെ ഓഫീസാണ്. 2 എണ്ണം ഉണ്ട് തൊട്ടടുത്ത്. കണ്ടിട്ട് പണ്ടത്തെ ഏതൊരു തറവാടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതെല്ലാം ഓഫീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു കോമ്പൗണ്ട്. ഒരു ഓപ്പൺ സ്റ്റേജ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഗേറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഈ സൈഡിലോട്ട് വന്നത്. നമുക്ക് ഇതുവഴി ഒരു എൻട്രി ഉണ്ട് അമ്പലത്തിനകത്തോട്ട്. അതാണ് നമ്മളിത് ഈ സൈഡിൽ വന്ന്
നേരത്തെ ഫ്രണ്ടിൽ കണ്ട കണക്ക് തന്നെയാണ് അതിവിശാലമായിട്ടുള്ളൊരു വലിയൊരു എൻട്രി തന്നെയാണുള്ളത്. അതിമനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അമ്പലം. അതിവിശാലമായ ചുറ്റുമതിൽ എല്ലാം ഉൾപ്പെട്ടതാണ് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ AD 9-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരാണ് ഈ അമ്പലം നിർമ്മിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമ്പലത്തിലെ മെയിനായിട്ടുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. ശിവരാത്രിയിൽ ശിവാലയ ഓട്ടത്തിൽ 3ാമത്തെ അമ്പലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കോതയാറിൻ്റെ തീരത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. കോതയാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ട ഈ തൃപ്പരപ്പ് വാട്ടർഫാൾ ഉൾപ്പെടുന്നതാണ് കോതയാർ. ഇത്രയും ഒരു അതിമനോഹരമായ ഒരു വാട്ടർഫാൾ ഉള്ളത് കൊണ്ടായിരിക്കും പണ്ട് രാജാക്കന്മാർ ഇതിൻ്റെ അടുത്ത് അതിലും അതിമനോഹരമായിട്ടുള്ളൊരു അമ്പലം ഇവിടെ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു കാലത്ത് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ മലയാളത്തിലാണ് എഴുത്തും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. പല ബോർഡുകളായാലും മലയാളത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഊട്ടുപുര എന്ന് പറയുന്നത്. ഊട്ടുപുര കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു സ്ഥലത്തും റൈറ്റ് സൈഡിലായിട്ട് ഒരു മലയാളം ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ കോതയാറിൻ്റെ അടുത്തോട്ടാണ്. ഇതാണ് ഈ അമ്പലത്തിൻ്റെ കറക്റ്റ് മുൻവശം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ആ പോയ റോഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബാക്ക് സൈഡാണ്. ഈ മുൻവശത്താണ് ഈ കോതയാറും ഈ ഒരു ആറിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു മണ്ഡപവും കാണാൻ പറ്റും. കോതയാറിൻ്റെ ഈ ഏരിയകളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പാറ ഉൾപ്പെട്ടതായതുകൊണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറും കൂടെയാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഇറങ്ങുകയോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കാണാനില്ല. ഇതാണ് എൻ്റെ മുൻവശം എന്ന് പറയുന്നത്. കോതയാറിൻ്റെ സൈഡ് വഴി നമുക്കെന്ന് പറഞ്ഞാൽ നേരെ പോയാലാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. മുൻപെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടി വഴിയുണ്ടായിരുന്നു. ഇപ്പോഴിവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗേറ്റ് കണക്ക് കെട്ടിയെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു അതിമനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ആൾക്കാരെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു വ്യൂ തന്നെയാണ് അവിടെ നിന്നാലും ഇവിടെ നിന്നാലും നമുക്ക് കിട്ടുന്നത്. എന്തായാലും വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഈ കോതയാറിൻ്റെ ഈ മുകൾ ഭാഗം കൂടെ കാണാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വ്യൂ. ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 62 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബസ്സിലാണെങ്കിൽ നമുക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 64 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ ബസ്സിലല്ല നല്ല നമ്മളെ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഇതേ കണക്ക് തന്നെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകൾ 1-2 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെയും കണ്ട് നമുക്ക് അവിടെയെല്ലാം കയറി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇടവിട്ടാണ് ഒരു ബസ് വരുന്നത്. തിരിച്ചു പോകുന്നതിൽ ഇനി എങ്ങനെയാണ് ബസ് ബാക്കി കാര്യങ്ങളൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ല. നമുക്കിനി ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ടും കൂടെ നമുക്ക് കാണാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ആണ്. ഇവിടെ ചെറിയൊരു ഡാം കണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് ബോട്ടിംഗ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന പാലത്തിൻ്റെ അവിടെ ഒരു വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അവിടെയാണ് ആ ഒരു ഡാമെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി തന്നെയാണ് ചെറിയ ചെറിയ കടകളും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി പോകുന്നതാണ് നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ അമ്പലത്തിൻ്റെ അവിടെ ഇറങ്ങിയ ഏരിയയിൽ ആൾക്കാർ വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന ബാക്കി കാര്യങ്ങളൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പാറയുടെ മുകളിലായാലും കുളിക്കാനും എല്ലാ ആൾക്കാരുണ്ട്. ഇതൊരു ചെറിയൊരു ഡാമാണ്. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഡാം. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ബോട്ടിങ്ങിന് ബാക്കി കാര്യങ്ങൾക്ക് എല്ലാം ഒരു ചെറിയൊരു സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത പാർക്കുകളാണ്. ഇവിടെ എൻട്രി ഫീസോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ ബോട്ടിങ്ങിന് മാത്രമേ അഡീഷണൽ ഫീസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫ്രീ ആണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ മാത്രമേ ഒരു 10 രൂപ ആയിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു സ്ഥലത്തും പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പാർക്കിൻ്റെ ഈ സൈഡിൽ വന്നാലും ചെറിയ ചെറിയ കടകളും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ചവിട്ട് ബോട്ടിന് നമുക്ക് പറഞ്ഞാൽ 1/2 മണിക്കൂറാണ് സമയം വരുന്നത്. 1/2 മണിക്കൂറിൽ നിന്ന് 50 രൂപയും പിന്നെ തുഴ ബോട്ട് അതെന്ന് പറഞ്ഞാൽ തുഴഞ്ഞു പോകുന്ന 4 പേർക്കുള്ള ബോട്ട് ഇതാ ഈ കാണുന്നതാണ്. ഇതിന് 100 രൂപയാണ് ചാർജ് വരുന്നത്. നമുക്ക് തുഴഞ്ഞ് ഒരുപാട് ദൂരെയൊന്നും പോകാൻ പറ്റത്തില്ല. ഈ കയറ് കെട്ടിരിക്കുന്ന ഏരിയകളുണ്ടല്ലോ, ഇത്ര മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയകളെന്ന് പറഞ്ഞാൽ. ബാക്കി പാറക്കെട്ടോ അല്ലെങ്കിൽ ഇവർക്ക് കാണാൻ പറ്റാത്ത ഏരിയകളോ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും ഉള്ള സ്ഥലവും ഉള്ള സ്പോട്ടുകളെല്ലാം അതിമനോഹരമായിട്ട് അവർ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഇത്രയാണ് നമ്മളെ തൃപ്പരപ്പ് വാട്ടർഫാളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങൾ. എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണക്കുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും.